ഇതെല്ലാം പിടിച്ചു നിന്നെങ്കിൽ എത്ര പൈസ മുതലായത്. അനുഭവിക്കാൻ യോഗം വേണം. ആജിക്കാന്റെ വീടാണോ? നല്ല ഫുഡായിരിക്കും. കഴിച്ചവും പോയിട്ട് എല്ലാം ഉണ്ടാവും. ജമീല, നീ അകത്തോട്ട് മാറിക്കോ, പണിക്കാർ വരുന്നുണ്ട്. വരുമ്പോ പള്ളയിൽ നിറച്ചില്ലേ വന്നിന്? എല്ലാ പള്ളയൊന്നും നിറച്ചിട്ടില്ലെങ്കിൽ പണിക്കൊന്നും ഒരു ഉസാറുണ്ടാവില്ല കേട്ടാ. ആ, നിങ്ങളെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറമ്പെല്ലാം ഒന്ന് ചെള്ളി വൃത്തിയാക്കണം. പിന്നെ കൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിറകെടുത്തിട്ട് കൂടെ കൊണ്ടുവരണം. എല്ലാം ഇതിന്ന് മൂർച്ചം കൂട്ടി നിന്നാൽ മതിയാ? ഇതെല്ലാം നിങ്ങൾ വരുമ്പോൾ മൂർച്ചം കൂട്ടി വെക്കണ്ടേ? എന്ത് കഥയത്? ഓട്ടോ അവിടെ ഉള്ളതുകൊണ്ട് അവനെ എപ്പോഴത്തോടെ കാണുന്നില്ലല്ലോ. ഓട്ടോ അവിടെ നിന്ന് കുറച്ച് മാറ്റാൻ തോന്നും. ആ, ഇപ്പൊ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇതെന്നാ ഇത്ര പൊടി എടുത്തിട്ട് എപ്പാ തീരുക? ഇത് തരികടിയാൻ തോന്നല്ലോ. അല്ലപ്പോ ഇതെന്താ പരിപാടി? നല്ലോണം പണിയെടുത്ത ആജിക്ക വല്ലാണ്ട് നോക്കുന്നുണ്ട്. ഞാൻ നല്ലോണം പണിയെല്ലാം എടുക്കുന്നുണ്ട്. ഞാൻ നാടിന് അലസമായിട്ട് കളിക്കുന്നു. ഞാൻ കാണുന്നല്ലോ ഉണ്ട്. ചായ പിടിക്കാലോ. എടാ, നല്ല ഏതോ ഫുഡാ എടുക്കാൻ വേണ്ടി പോയി. ഹാജിയാരെ ഭാര്യ നല്ല കുക്കാന്ന് പറയുന്നുണ്ട്. നല്ല ഫുഡ് എടുക്കാൻ പോയിട്ടുണ്ട്. ജമീല, എനിക്കും നാസ്ത എടുത്തോ. എന്താണെന്നറിയില്ല, വല്ലാതൊരു വിശപ്പ്. ആജിയാറി ഓള് നല്ല സുന്ദരിയാന്ന് തോന്നുന്നു. അതാ ഒളിപ്പിച്ചു വെക്കുന്നത്. കാണുന്നൊന്നും ഇല്ലല്ലോ. പൂറത്ത് മനുഷ്യക്കോല എങ്ങനെയാ അതുപോലെ ഇരിക്കും. അതെങ്ങനെ എനിക്കറിയാവുക? ഇത് പണ്ട് ഞാൻ ഒന്ന് നോക്കിയതാ.
കണ്ണ് തെറ്റിയാൽ ഇവന്മാര് പണിയെടുക്കൂലപ്പാ. ഇന്ന് സ്കൂളിലെത്തും ലോകകപ്പ് താരം റൈഫ്. ആ എന്തൊരു പണിയെല്ലാം കഴിഞ്ഞാ? നല്ല ക്ലിയർ അല്ലേ പണിയെല്ലാം? നല്ല വൃത്തിയാക്കി ചെയ്തു. ആ നിങ്ങൾ കൂലി എത്രയാ? കൂലി 2500. 2500? സാധാരണ അത് കുറച്ച് കൂടുതലല്ലേ? നമ്മൾ സാധാരണ വാങ്ങുന്ന കൂലിയാ, നിങ്ങളോടായിട്ടിരുന്നല്ല. ഞാൻ ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ തന്നെയല്ലേ? ആ അതെ അതെ, ഭക്ഷണം അല്ല ഇതിത്തിരി കൂടുതലാ കേട്ടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ പൈസ കൂടുതലാണെന്ന്. കൂടുതലായിട്ടൊന്നല്ല, അത് നോക്കുകൂലിയാ. നോക്കൂലിയാ? നിങ്ങൾ നമ്മളെ പോലെ രാവിലെ മുതലേ നോക്കി കഷ്ടപ്പെട്ടല്ലേ, അതിന്റെ കൂലിയത്.